സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷത്തിനായി വാതിലുകൾ തുറക്കുന്നു. നീണ്ട മധ്യവേനൽ അവധിക്ക് ശേഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുത്തൻ പ്രതീക്ഷകളോടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിയെത്തും. ഈ വർഷത്തെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച രാവിലെ 9:30 ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. പുതിയ സമയക്രമവുമായുള്ള സ്കൂൾ അക്കാദമിക കലണ്ടറടക്കം മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. നിശ്ചിത പ്രവൃത്തി ദിനം ഉറപ്പുവരുത്തുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങളോടെയാണ് പുതിയ അക്കാദമിക കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. UP വിഭാഗത്തിൽ 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായിരിക്കും. ഹൈസ്കൂൾ ക്ലാസുകൾക്ക് തുടർച്ചയായ 5ാമത്തെ പ്രവൃത്തി ദിവസമല്ലാത്ത 6 ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ടാകും. ദിവസേനയുള്ള ക്ലാസ് സമയം അരമണിക്കൂർ കൂടി കൂട്ടാനും തീരുമാനിച്ചു. ഇത് വെള്ളിയാഴ്ചകളിൽ ഉണ്ടാകില്ല. സ്കൂൾ അധ്യയന വർഷാരംഭത്തിലെ ആദ്യ 2 ആഴ്ച ഹൈസ്കൂൾ തലത്തിൽ 1 മണിക്കൂറും ഹയർ സെക്കൻഡറിയിൽ 2 മണിക്കൂറും സന്മാർഗ പഠനത്തിനായി വിനിയോഗിക്കും. ജൂൺ 3 മുതൽ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം, ട്രാഫിക് നിയമങ്ങൾ, വ്യക്തിശുചിത്വം, ഹരിത ക്യാമ്പസ്, സൗന്ദര്യവൽക്കരണം, ആരോഗ്യം, വ്യായാമം, ഡിജിറ്റൽ അച്ചടക്കം, പൊതുമുതൽ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ. ഈ വർഷം മുതൽ പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച് പ്രത്യേക പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധനകാര്യം, സാമ്പത്തിക സാക്ഷരത എന്നാണ് പുസ്തകത്തിന്റെ പേര്. 5ാം ക്ലാസ് മുതൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച പാഠഭാഗങ്ങൾ വ്യത്യസ്ത പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 9, 10 ക്ലാസുകൾക്ക് പ്രത്യേക പുസ്തകവും തയ്യാറാക്കി നൽകി. അതേസമയം സ്കൂളുകളിൽ പരാതിപ്പെട്ടി സംവിധാനവുമായി കേരള പോലീസും കുട്ടികൾക്കൊപ്പമുണ്ട്. സ്കൂളുകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്ഥാപിക്കും. ഓരോ സ്കൂളിലും പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് പരാതിപ്പെട്ടിയുടെ ചുമതല നൽകും. മാസത്തിലൊരിക്കൽ SHOയോ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ സ്കൂൾ മേധാവിയുടെ സാന്നിധ്യത്തിൽ പരാതികൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും.